മോളെ പോയി കിടന്നുറങ്ങ്. നാളെ അതിരാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ടാലേ നിന്നെ ഹോസ്റ്റലിലാക്കി ഞങ്ങൾക്ക് സന്ധിക്കെങ്കിലും തിരിച്ചെത്താൻ പറ്റൂ. മറ്റന്നാൾ അച്ഛന് ഓഫീസുള്ളതല്ലേ. മകൾ മിത്രയുടെ ഡ്രസ്സുകൾ ഓരോന്നും തേച്ചു പെട്ടിയിൽ അടുക്കി വെക്കുന്നതിനിടയിൽ രുക്മിണി പറഞ്ഞു. അമ്മ വരണമെന്നില്ല, ഞാനും അച്ഛനും പൊയ്ക്കോളാം. മൊബൈൽ ഫോണിൽ നിന്നും മുഖമുയർത്താതെ അവൾ പറഞ്ഞു. നീ എന്തായി പറയുന്നത് മിത്തു? ആദ്യമായിട്ട് നീ ഞങ്ങളുടെ അടുത്ത് നിന്നും മാറി നിൽക്കാൻ പോകുന്നേ, അതും ദൂരെ ഹോസ്റ്റലിലേക്ക്. ആ ഹോസ്റ്റലും പരിസരവുമൊക്കെ കണ്ടാൽ അത്രയെങ്കിലും സമാധാനം കിട്ടുമല്ലോ. രുക്മിണിയുടെ വാക്കുകളിൽ ഇടർച്ച വീഴ്ത്തിയ വിള്ളലുകൾ മിത്രയ്ക്ക് മനസ്സിലാവാതെ അവൾ പറഞ്ഞു. എൻ്റെ അമ്മേ, ഇന്ന് പെൺകുട്ടികൾ വിദേശത്ത് വരെ പോയി പഠിക്കുന്നു. ഈ അടുക്കളയിൽ മാത്രം ജീവിതമാണ് അമ്മയെ തനി പട്ടിക്കാട്ടുകാരിയാക്കിയത്. ഞാൻ പട്ടിക്കാട്ടുകാരി ആയാലും നിനക്ക് കുറവൊന്നും വരുത്തിയിട്ടില്ലല്ലോ. നിനക്കിഷ്ടമുള്ള ഭക്ഷണം എന്തായാലും എനിക്ക് പാടില്ലെങ്കിൽ കൂടി എന്നും വെച്ച് വിളമ്പി തരുന്നില്ലേ? എന്നും നിൻ്റെ ഡ്രസ്സൊക്കെ അലക്കി തേച്ച് വയ്ക്കുന്നതാരാണ്? നീ തന്നെയല്ലേ ഇടയ്ക്ക് പറയാറ് നിൻ്റെ കൂട്ടുകാർക്ക് അമ്മ വയ്ക്കുന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമാണെന്ന്. അവരുടെ അമ്മമാർ രാവിലെ ജിമ്മിലും ജോഗിങ്ങിനുമൊക്കെ പോകുന്നത് കൊണ്ട് ഇതുപോലെ ഒന്നും ഫുഡ് വയ്ക്കാൻ നേരമില്ലെന്നും എന്നും അവർ ബ്രെഡും ജാമും നൂഡിൽസും കേക്കുമൊക്കെയാണ് കൊണ്ടുവരുന്നതെന്നും. അതൊക്കെ ശരിയാണ്. പക്ഷേ അവരുടെ അമ്മമാരെ കാണണം. ഇപ്പോഴും എന്തു ചെറുപ്പമാണ്. ശില്പയുടെ അമ്മയെ കണ്ടാൽ സിനിമാ നടിയാണെന്ന് തോന്നും. ഗയയുടെ അമ്മ നല്ല സ്ലിം ബ്യൂട്ടിയാണ്. ഇത്രയും വലിയ മകളുണ്ടെന്ന് കണ്ടാൽ പറയില്ല. അവരെ വെച്ച് നോക്കുമ്പോൾ അമ്മയുടെ കോലം എന്താ? ശരിക്കും ഒരു ഭരണിയുടെ ഷേപ്പ്. മുടിയാണെങ്കിൽ ചൂല് പോലെ, കൈയൊക്കെ ചുക്കിച്ചുളിഞ്ഞ്, നഖത്തിലൊക്കെ ആണെങ്കിലോ പാത്രത്തിൻ്റെ കരിയും. ഷോ, അമ്മ സ്കൂളിൽ വരുമ്പോൾ തന്നെ ബാക്കിയുള്ളവന് നാണക്കേടാ. അവരുടെയൊക്കെ അമ്മമാരെ കാണുമ്പോൾ അസൂയ തോന്നിപ്പോവുകയാണ്. ഒരു തരം വെറുപ്പോടെ മകളത് പറയുമ്പോൾ രുക്മിണിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. തേപ്പ് പെട്ടി താഴ്ത്തി വെച്ച് രുക്മിണി കൈവിരലുകളിലേക്ക് നോക്കി. ശരിയാണ് മകൾ പറഞ്ഞത്. പാത്രം തേക്കുന്ന കരിയുടെ കളർ നഖത്തിൻ്റെ നിറം കെടുത്തിയിട്ടുണ്ട്. പതിയെ തിരിഞ്ഞു കാലിലേക്ക് നോക്കി. തൊഴുത്തിലും തൊടിയിലുമൊക്കെ ചെരുപ്പില്ലാതെ ഓടി നടന്ന് ഉപ്പൂറ്റിയാകെ വിണ്ടുകീറി ചെളി പിടിച്ചിരിക്കുന്നു. വെറുതെയല്ല അവൾ പറയുന്നതിനും കാര്യമുണ്ട്. കൗമാരക്കാരായ മക്കൾക്കു തന്നെപ്പോലുള്ള അമ്മമാർ ഇന്ന് ഒരു നാണക്കേടാണ്. ഒരു നെടുവീർപ്പിൽ തൻ്റെ വിഷമങ്ങളെ ആട്ടിപ്പായിച്ചു രുക്മിണി തൻ്റെ പണി തുടർന്നു. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? അമ്മയെ ഉത്തരം മുട്ടിച്ച സന്തോഷത്തിൽ മിത്ര ചോദിച്ചു. ഓ, ഞാനെന്ത് പറയാൻ, നീ ഇപ്പോൾ വലിയ പഠിത്തക്കാരിയല്ലേ. പിന്നെ ദൈവാനുഗ്രഹത്താൽ നിൻ്റെ അച്ഛന് ഇന്നുവരെ ഇതുപോലൊന്നും പറഞ്ഞെന്നെ വേദനിപ്പിച്ചിട്ടുമില്ല. എന്നെ എവിടെ കൊണ്ടുപോകാനും അച്ഛനൊരു നാണക്കേടുമില്ല. അത് മതി എനിക്ക്. കൂർക്കം വലിച്ചിറങ്ങുന്ന തൻ്റെ ഭർത്താവിനെ നോക്കി വാക്കുകളിൽ സ്വയം ആശ്വാസം നിറച്ച് മിത്രയ്ക്ക് വേണ്ടിയുള്ള മറുപടിക്കായി അവർ കാരണങ്ങൾ കണ്ടെത്തി തുടർന്നു. എൻ്റെ മിത്തു, അവരൊക്കെ വലിയ കാശുകാരാണ്. അവിടെ അവരുടെ അച്ഛന്മാർ മാത്രം ശമ്പളം മതിയാകും എല്ലാറ്റിനും. അമ്മമാർ ജോലിക്ക് പോകണമെന്നില്ല. അഥവാ പോയാൽ തന്നെ അവരുടെ കാശ് ബ്യൂട്ടി പാർലറിലോ ജിമ്മിലോ ഒക്കെ കൊടുക്കാൻ ധാരാളം. ഇവിടെ അങ്ങനെയാണോ? അച്ഛൻ്റെ ശമ്പളം നിൻ്റെ സ്കൂളിൻ്റെ ഫീസ് കൊണ്ടു തന്നെ തീരും. പിന്നെ നീ നാലാളറിയുന്ന വലിയൊരു സ്കൂളിൽ പഠിപ്പിച്ചെന്ന സന്തോഷത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മയുടെ കൂടെ ചെറിയ സഹായം കൊണ്ട് തട്ടിയും മുട്ടിയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. അമ്മയുടെ എന്ത് സഹായം? കളിയാക്കി ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണ്ടേ? രാവിലെ 4:30 അമ്മ എഴുന്നേൽക്കും, അറിയാമോ നിനക്ക്? അപ്പോൾ നീ പോത്തുപോലെ ഉറക്കമായിരിക്കും. പിന്നെ ഒരു ഓട്ടമാണ് തൊഴുത്തിലേക്ക്. പശുക്കളെ കുളിപ്പിച്ച് പാല് കറന്നു 5:30 ഔഷോപ്പ് ചേട്ടൻ്റെ പീടികയിൽ പാല് കൊടുക്കണം. പിന്നെ വന്ന് അച്ഛനും നിനക്കുമുള്ള പൊതിച്ചോറ് കെട്ടണം. രാവിലെ പ്രാതലുണ്ടാക്കണം. ഇതിൻ്റെ കൂടെ പുറത്തടുപ്പിൽ അച്ഛന് കുളിക്കാനുള്ള ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കണം. എന്തിനാണ് അമ്മ പുറത്ത് അടുപ്പൂതി കഷ്ടപ്പെടുന്നത്? ഗ്യാസിൽ ചൂടാക്കിയാൽ പോരെ? കോട്ടുവായിട്ടും കൊണ്ട് അവൾ ചോദിച്ചു. നിനക്ക് ഇതൊന്നും ഇപ്പോൾ മനസ്സിലാവില്ല. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണമെന്നോർത്ത് അവരെ വലിയ ഫീസ് കൊടുത്ത് വലിയ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇടത്തരക്കാരായ ഞങ്ങളെപ്പോലുള്ള മാതാപിതാക്കൾ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പെടാപ്പാട് നിങ്ങൾ കുട്ടികൾക്ക് വല്ലതും അറിയണോ? എന്നാൽ ഒട്ടും പഠിക്കുകയുമില്ല. അതുമില്ല. മാതാപിതാക്കളെ പറ്റിച്ചു പഠിക്കാതെ കറങ്ങി നടക്കുക, തെറ്റായ ബന്ധങ്ങളിൽ ഏർപ്പെടുക, കൂട്ടുകാരുടെ ഇടയിൽ വലിയ ആളാകാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, അതിൻ്റെ കൂടെ ഇപ്പോൾ മൊബൈൽ ഫോണും. മതി, ഞാൻ ഇങ്ങനെ ഒന്നും ആകരുതെന്ന് അമ്മ വളഞ്ഞു ചുറ്റി പറയുന്നതല്ലേ.
എല്ലാവരും അങ്ങനെ ഒന്നുമല്ല അമ്മേ. പിന്നെ മാതാപിതാക്കളെ മനസ്സിലാകാത്ത മക്കളുള്ളതുപോലെ മക്കളുടെ മനസ്സ് കാണാൻ പറ്റാത്തവരും ഉണ്ടമ്മേ. അമ്മയെ കെട്ടിപ്പിടിച്ചും കൊണ്ട് അവൾ പറഞ്ഞു. നിന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല. തെല്ല് പരിഭവത്തോടെ മകളുടെ കൈ വിടർത്തി മാറ്റിക്കൊണ്ട് രുക്മണി പറഞ്ഞു. അതൊക്കെ പോട്ടെ, അമ്മയുടെ കഥ കേൾക്കട്ടെ. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇത്ര പണി? പണിയൊന്നുമില്ല ഇവിടെ. ആടിനുള്ള പ്ലാവിലൊടിക്കണം, കോഴിക്കോട് വൃത്തിയാക്കി മുട്ടകൾ പെറുക്കി വയ്ക്കണം. ഓ, ഒരു ഇറച്ചിക്കോഴി വിൽപ്പനക്കാരി ചിരിച്ചും കൊണ്ട് മിത്ത് പറഞ്ഞു. നീയും അച്ഛനും അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന തുണികളൊക്കെ പെറുക്കി അലക്കുന്നതാരാ? നിന്റെ കൂട്ടുകാരുകളുടെയൊക്കെ വീട്ടിൽ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടാവും. ഇവിടെ അമ്മ കല്ലേലാണ് അലക്കുന്നത്. അതിനാണ് ഈ അലക്കുകല്ലിൻ്റെ അടുത്തുണ്ടായിരുന്ന മുരിഞ്ഞ മരം മുരടിച്ചു പോയി. വെയിലിപ്പോൾ നേരെ ദേഹത്ത് തന്നെ അടിക്കും. പിന്നെ ഇപ്പോൾ അടുക്കളയിൽ പൈപ്പിലോട്ടും വെള്ളം ശരിക്കും വരാറുമില്ല. അച്ഛനോട് എത്ര നാളായിട്ട് ഞാൻ പറയുന്നു ഒരാളെ വിളിച്ചു നോക്കാൻ. പാത്രങ്ങളൊക്കെ ഞാൻ പുറത്ത് വാരിക്കൊണ്ടിട്ടിട്ടാണ് കഴുകുന്നത്. നിനക്കിത് വല്ലതും അറിയണോ? തൻ്റെ വെയിലേറ്റ് കരുവാളിച്ച കൈകളിലേക്ക് നോക്കി രുക്മണി പറഞ്ഞു. മിത്ര അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയെ വീണ്ടും കെട്ടിപ്പിടിച്ചു. വെയിലേറ്റ് കരുവാളിച്ച കൈകളിൽ പതിയെ തടവുമ്പോൾ അവൾ ഓർത്തു, കൂട്ടുകാരുടെ മുൻപിൽ തൻ്റെ അമ്മ വരുന്നത് തനിക്ക് വലിയ നാണക്കേടായിരുന്നു. എന്നെ ഇത്രയും നല്ല ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയും ആവശ്യത്തിനുള്ളതെല്ലാം വാങ്ങിത്തരുന്നതിനും വീട്ടുചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അച്ഛനൊരു കൈത്താങ്ങായി അമ്മ ഈ വീട്ടിൽ ഇത്രയും കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടില്ലല്ലോ. പാവം, ഒരു വിശേഷ ആവശ്യത്തിന് പോലും പോയാൽ വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തും വരെ വെപ്രാളമാണ്. കോഴിയുടെയും ആടിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ് വേവലാതിയാണ്. അന്നൊക്കെ ദേഷ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്, വീട്ടിൽ വെച്ച് വല്ല നിധിയും കൂട്ടിയിട്ടുണ്ടോ എന്ന്. തനിക്കും അച്ഛനും വേണ്ടി മാത്രം ജീവിക്കുന്നതിനിടയിൽ അമ്മയുടെ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിച്ചതേയില്ല. ഒരിക്കൽ പോലും അതിന് പരാതി പറഞ്ഞിട്ടുമില്ല. അമ്മയുടെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടേയുള്ളൂ. അമ്മയ്ക്ക് പകരം അമ്മ മാത്രമേയുള്ളൂവെന്ന് ഓർത്തപ്പോൾ മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. വാ, നമുക്ക് കിടക്കാം. വർത്തമാനം പറഞ്ഞിരുന്ന് നാളെ സമയത്ത് പോക്ക് നടക്കില്ല. പുതപ്പ് കുടഞ്ഞും കൊണ്ട് രുക്മണി പറഞ്ഞു. അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നതേ അവൾ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ അടുക്കളയിലെ തട്ടുമുട്ടും കേട്ടാണ് അവൾ കണ്ണു തുറന്നത്. സാമ്പാറിൻ്റെ നല്ല മണം. തനിക്കിഷ്ടമുള്ള ഇഡലിയും സാമ്പാറും ഉണ്ടാക്കുന്ന തിരക്കിലാണ് അമ്മ. അമ്മ റെഡിയാകുന്നില്ലേ? സമയമായല്ലോ. മുഖം കഴുകി അടുക്കളയിലേക്ക് വന്ന് അവൾ ചോദിച്ചു. വേണ്ട മോളെ, ഇന്നലെ കിടന്നപ്പോഴാണ് അമ്മ ഓർത്തത്. അമ്മയ്ക്ക് യാത്രയൊന്നും ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് വണ്ടി ചുരുക്കുണ്ടാക്കും. പിന്നെ തലകറക്കവും ഛർദിയും ആകെ എല്ലാവർക്കും ബുദ്ധിമുട്ടാകും. സ്റ്റീൽ കപ്പിലെ ചൂട് കാപ്പി അവൾക്ക് നേരെ നീട്ടി രുക്മണി പറഞ്ഞു. അപ്പോഴാണ് അമ്മയുടെ കൺപോളകൾ വീർത്തിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. പാവം, ഇന്നലെ രാത്രി താൻ പറഞ്ഞതോർത്ത് അമ്മ ആരും കാണാതെ കരഞ്ഞിട്ടുണ്ട്. അമ്മേ, ഇന്നലെ ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞതല്ലേ. എൻ്റെ അമ്മ ഇത്രയുമേ ഉള്ളൂ. ഞാൻ കരുതി ഭയങ്കര സ്ട്രോങ് ആണെന്ന്. അമ്മയുടെ നെറ്റിയിൽ തൻ്റെ നെറ്റി മുട്ടിച്ചും കൊണ്ട് അവൾ അത് പറയുമ്പോൾ അമ്മയുടെ കണ്ണിൽ നനവ് പടരുന്നത് അവൾ കണ്ടു. മോളെ, പ്രസവവേദന പോലെ ഒരു വേദനയില്ല. അതൊരമ്മ സഹിക്കും. പക്ഷെ സ്വന്തം മക്കളുടെ ഒരു കടുത്ത വാക്ക് മതി. ആ വേദന ഒരു അമ്മമാർക്കും സഹിക്കാൻ പറ്റില്ല. രുക്കോ, നീ റെഡിയായില്ലേ? കുളിമുറിയിൽ നിന്നും ഇറങ്ങുന്നതിനിടയിൽ അച്ഛൻ വിളിച്ചു ചോദിച്ചു. അച്ഛൻ ചോദിച്ചു കേട്ടില്ലേ? രുക്കു പോയി വേഗം റെഡിയാകുക. അച്ഛനെ പോലെ അവൾ കളിയാക്കി പറയുന്നത് കേട്ട് ചിരിച്ചും കൊണ്ട് രുക്മണി കുളിമുറിയിലേക്ക് നടന്നു. ബസ് വലിയൊരു ഗട്ടറിൽ വീണപ്പോൾ മിത്ര തൻ്റെ മഴക്കത്തിൽ നിന്നും പെട്ടെന്നുണർന്നു. അച്ഛൻ ആടിയുടഞ്ഞിട്ട് നല്ല ഉറക്കത്തിലാണ്. അമ്മ പുറത്തെ കാഴ്ചകൾ കണ്ണിൽ നിറയ്ക്കുകയാണ്. പാവം അമ്മ ഇത്ര ദൂരം ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ല. എനിക്ക് അച്ഛനും വേണ്ടി അമ്മ വീടിനുള്ളിൽ ചുരുങ്ങുകയായിരുന്നു. മുകളിൽ വലിയ ശബ്ദത്തോടെ പറന്ന് നീങ്ങുന്ന പ്ലെയിൻ നോക്കി തന്നെ തോണ്ടി കാണിക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു കൊച്ചുകുട്ടിയുടെ ഭാവമാണെന്ന് മിത്രയ്ക്ക് തോന്നി. അമ്മയ്ക്ക് പ്ലെയിനിൽ പോകണമെന്നുണ്ടോ? പിന്നെ അതൊക്കെ സ്വപ്നം പോലും കാണാൻ പറ്റില്ല. ചിരിച്ചും കൊണ്ട് രുക്മണി പറഞ്ഞു.